ഹായ് സ്റ്റുഡൻസ്, വെൽക്കം ടു ന്യൂ ക്ലാസ്. ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ എടുക്കാൻ പോകുന്ന നെക്സ്റ്റ് ടോപ്പിക്കാണ് ഇമെയിൽ എന്ന് പറയുന്നത്. ഇമെയിലിനെ കുറിച്ച് എല്ലാവർക്കും വളരെ ഡീറ്റെയിൽ ആയിട്ട് തന്നെ അറിയാൻ പറ്റില്ല. വർക്ക് പ്ലേസിൽ ബിസിനസ് കമ്മ്യൂണിക്കേഷൻസ് ഒക്കെ യൂസ് ചെയ്യാൻ വേണ്ടിയിട്ട് ഇമെയിൽസ് യൂസ് ചെയ്യാറുണ്ട്. ഇമെയിൽ എന്ന് പറയുന്നത് ശരിക്കും ഇലക്ട്രോണിക് മെയിലിൻ്റെ ഷോർട്ട് ഫോം ആണ് നമ്മൾ ഇമെയിൽ എന്ന് പറയുന്നത്. ഇവിടെ ഒരു ലെറ്ററോ അല്ലെങ്കിൽ എന്തെങ്കിലും കാര്യങ്ങൾ മറ്റുള്ളവരെ അറിയിക്കാനുള്ളത് ഇൻ്റർനെറ്റിൻ്റെ സഹായത്തോടെ ഒരു റെസിപ്പിയൻറ്റിന് നമ്മൾ സെൻഡ് ചെയ്യുകയാണെങ്കിൽ അതിനെയാണ് ഇമെയിൽ എന്ന് പറയുന്നത്. അപ്പോൾ അങ്ങനെ സെൻഡ് ചെയ്യണമെങ്കിൽ നമുക്ക് എന്താ ആവശ്യമുണ്ട്? ഒരു ഇമെയിൽ അഡ്രസ്സ് ആവശ്യമാണെന്നുള്ളതാണ് പറയുന്നത്. ഇനി ആ ഒരു അഡ്രസ്സ് എന്ന് പറഞ്ഞാൽ അത് ആ യൂസർക്ക് മാത്രമുള്ള ഇൻഡിവിജ്വൽ ആയിട്ടുള്ള ഒരു അഡ്രസ്സും ആയിരിക്കും അത്. അപ്പോൾ ഇത്രയാണ് ഇമെയിലിനെ കുറിച്ച് നമുക്കിതിൽ നോക്കാനുള്ള കാര്യങ്ങൾ എന്ന് പറയുന്നത്. അപ്പോൾ ഇലക്ട്രോണിക് മെയിൽ ആയതുകൊണ്ട് തന്നെ എന്തൊക്കെയാണ് അതുകൊണ്ട് ബിസിനസ്സിന് ഉണ്ടാവുന്ന ബെനിഫിറ്റുകൾ എന്ന് പറയുന്നത്? ഒന്നാമത്തെ പോയിന്റ് എന്ന് പറയുന്നത് ഫാസ്റ്റ് ക്ലയൻറ്റ് കമ്മ്യൂണിക്കേഷൻ. എന്താണ് ഫാസ്റ്റ് ക്ലയൻറ്റ് കമ്മ്യൂണിക്കേഷൻ എന്ന് പറഞ്ഞാൽ നമ്മൾ ആർക്കാണോ വിവരം അറിയിക്കേണ്ടത് അത് വളരെ സിമ്പിളായിട്ട് അല്ലെങ്കിൽ ഏറ്റവും ഏർലിയസ്റ്റ് ആയിട്ട് നമുക്ക് അവർക്ക് ഒരു സെക്കൻഡിൽ തന്നെ അത് അറിയിക്കാൻ പറ്റുന്നു എന്നുള്ളതാണ് ഇതിൻ്റെ ഏറ്റവും വലിയൊരു സവിശേഷത എന്ന് പറയുന്നത്. രണ്ടാമത്തത് അവൈലബിലിറ്റി ആൻഡ് പോർട്ടബിലിറ്റി ആണ്. അവൈലബിലിറ്റി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്? ഒരു ദിവസം തന്നെ നമുക്ക് ഒരുപാട് ഇൻഫർമേഷൻസ് ഇങ്ങനെ ഈ ഒരു ഇമെയിൽ കൂടുതൽ യൂസ് ചെയ്യാൻ തുടങ്ങിയപ്പം ബിസിനസ് ചെയ്യുന്ന ആളുകൾക്കിടയിൽ തന്നെ ഒരുപാട് ഇമെയിൽസ് ഓരോ ദിവസവും കിട്ടാൻ തുടങ്ങി. അപ്പോൾ ഇങ്ങനെ വരുന്ന സമയത്തൊക്കെ എന്താ പല ഫോൾഡറുകളിലാക്കിയിട്ട് അവർ കമ്പ്യൂട്ടറിൽ ആർക്കൈവ് ചെയ്ത് വെക്കുകയാണ് ചെയ്യാറുള്ളത്. എന്നിട്ട് അത് റിട്രീവ് ചെയ്യും. ആവശ്യമുള്ള സമയത്ത് അത് റിട്രീവ് ചെയ്യുക എന്നുള്ളതാണ് പറയുന്നത്. അപ്പോൾ അതിനു വേണ്ടി സൗകര്യത്തിന് ഓരോ ഫയൽ ഫോൾഡറുകൾ ഉണ്ടാക്കാനും അതിൽ പേപ്പറൊന്നും നമുക്ക് ഒരു ഇതുമില്ലാതെ തന്നെ പേപ്പറിൻ്റെ സഹായമില്ലാതെ തന്നെ നമുക്കതൊക്കെ സേവ് ചെയ്ത് വെക്കാനും സാധിക്കുന്നു എന്നുള്ളതാണ് രണ്ടാമത്തെ പോയിന്റിൽ പറയുന്നത്. ഇനി മൂന്നാമത്തെ പോയിന്റിൽ പറഞ്ഞിരിക്കുന്നത് റെഡ്യൂസ് ഷിപ്പിംഗ് ആൻഡ് മെയിലിംഗ് കോസ്റ്റ്. ഇനി നമുക്ക് എന്തെങ്കിലും വിവരങ്ങളൊക്കെ അവിടുന്ന് വളരെ ദൂരത്തേക്കൊക്കെ അറിയിക്കണം എന്നുണ്ടെങ്കിൽ അത് ഷിപ്പ് ചെയ്ത് വരാനും മെയിൽ ചെയ്യാനൊക്കെ ഒരുപാട് ചിലവുകളാവും. ആ ചിലവൊക്കെ ഈ ഒരു സംവിധാനത്തിൻ്റെ വരവോട് കൂടിയിട്ട് നമുക്ക് ഇല്ലാതെയായി എന്നുള്ളതാണ് വേറൊരു ബെനിഫിറ്റ് എന്ന് പറയുന്നത്. നമുക്ക് വളരെ ഈസി ആയിട്ട് മെസ്സേജും ഫയലും വീഡിയോസും ഡോക്യുമെൻസും പ്രസൻറ്റേഷനും എന്ന് വേണ്ട എന്തൊരു കാര്യമാണോ കൺവേ ചെയ്യേണ്ടത് അതെല്ലാം നമുക്ക് ഇത്തരത്തിലുള്ള കോസ്റ്റുകൾ ഇല്ലാതെ തന്നെ നമുക്ക് ആളുകളിലേക്ക് എത്തിക്കാൻ സാധിക്കുന്നു എന്നുള്ള പ്രധാനപ്പെട്ട 3 അഡ്വാൻറ്റേജ് എന്ന് പറയുന്നു. ഇനി ഈ ഒരു ഇമെയിലിൻ്റെ ഡിസഡ്വാൻറ്റേജസ് ഇവിടെ പറയുന്നുണ്ട്. അതിൽ ഒന്നാമത്തെ എന്താ വെച്ചാൽ വൾണറബിലിറ്റി ടു ലോസ്. നമ്മളിങ്ങനെ ഇൻ്റർനെറ്റ് വഴി എന്ത് ഇൻഫർമേഷനും ബിസിനസ് സീക്രട്ടുകളും വളരെ പ്രധാനപ്പെട്ട ഡോക്യുമെൻറ്റും ഒക്കെ അയക്കാമെന്ന് പറഞ്ഞു അല്ലേ? പക്ഷെ അതിനൊക്കെ ഒരു നാശനഷ്ടങ്ങൾ സംഭവിക്കാനുള്ള സാധ്യതയും ഇവിടെ കൂടുതലുണ്ട് എന്നുള്ളതാണ് പറയുന്നത്. എന്താ വൾണറബിൾ എന്ന് പറഞ്ഞാൽ ഹാക്ക് ചെയ്ത് പോവുക എന്നൊക്കെ നമ്മൾ കേൾക്കും അല്ലേ? നമ്മുടെ കോമ്പറ്റീറ്റേഴ്സിനൊക്കെ ഇത് വേറൊരു സാങ്കേതിക വിദ്യ ഉപയോഗിച്ചിട്ട് ഇതിനെ അങ്ങനെ അവർക്ക് എന്ത് ചെയ്യാൻ നശിപ്പിക്കാനുള്ള ഒരു അവസരമൊക്കെ ഈ ഒരു കാര്യത്തിൽ ഉണ്ട് എന്നുള്ളതാണ് പറയുന്നത്. ഇനി ആക്സസബിൾ ടു അതേഴ്സ്, മറ്റുള്ള ആളുകൾക്കും ഇത് ആർക്കും കിട്ടില്ല എന്നൊക്കെയാണ് നമ്മൾ പറയുന്നതെങ്കിലും ഇതിനായിട്ട് ഉള്ള കാര്യങ്ങൾ ചെയ്യുന്ന ആൾക്കാർക്ക് ഈ ഡാറ്റയൊക്കെ ആക്സസ് ചെയ്യാൻ പറ്റുന്നു എന്നുണ്ട്. ഇത് എപ്പോഴും പ്രൈവറ്റ് ആണ്, നമുക്കത് വ്യക്തമായിട്ട് പറയാൻ സാധ്യമല്ല. അത്തരത്തിലുള്ള ചില ഇടപെടലുകളും ഹാക്കേഴ്സൊക്കെ വരുമ്പം ഇങ്ങനെയുള്ള പ്രോബ്ലംസ് ഉണ്ടാവാനുള്ള സാധ്യത ഉണ്ട് എന്നുള്ളതാണ് പറയുന്നത്. പിന്നെ പറഞ്ഞിരിക്കുന്നത് ഡിഫിക്കൾട്ട് ടു ഇൻ്റർപ്രറ്റ് ഇമോഷൻസ്. ഇനി നമ്മളിങ്ങനെ ഒരു മെസ്സേജ് ചെയ്യുന്ന സമയത്ത് ഏറ്റവും വലിയ ഡിസഡ്വാൻറ്റേജ് എന്ന് പറയുന്നത് നമ്മൾ എന്തുദ്ദേശത്തോടെയാണോ ഒരു കാര്യം അവരോട് അവതരിപ്പിക്കുന്നത് അത് അതേ രീതിയിൽ അതേ ഇമോഷനോട് കൂടിയിട്ട് അവർക്കത് കിട്ടില്ല എന്നുള്ളതാണ് അതിൻ്റെ വേറൊരു ഡീമെറിറ്റ് എന്ന് പറയുന്നത്. കാരണം ഇമെയിൽ എന്താ വെച്ചാൽ പെട്ടെന്ന് നമ്മൾ അയക്കുന്ന ഒരു സംഭവം മാത്രമാണ്. അപ്പോൾ എത്രത്തോളം നമ്മുടെ ഇമോഷൻ അതിൽ ഉൾക്കൊള്ളും എന്നുള്ളത് നമുക്കതിൽ പറയാൻ പറ്റില്ല. അപ്പോൾ ഇത്രയാണ് എന്താണ് ഇമെയിൽ, അതിൻ്റെ മെറിറ്റും അല്ലെങ്കിൽ ഡിസഡ്വാൻറ്റേജും അഡ്വാൻറ്റേജും ഉള്ളത്. ഓക്കെ, ഇനി ഒരു ബിസിനസ്സിനെ സംബന്ധിച്ചോളം ഇമെയിലിൻ്റെ പ്രാധാന്യം എന്തൊക്കെയാണ്? ഒന്ന്, ഈസി ആൻഡ് ഫാസ്റ്റ്. നമ്മൾ ഓൾറെഡി പറഞ്ഞ കാര്യമാണല്ലോ. ഏതൊരു കാര്യവും എവിടെ ഇരിക്കുന്ന ആൾക്കാർക്കും നിമിഷ നേരത്തിനുള്ളിൽ കൺവേ ചെയ്യാൻ പറ്റുക എന്നുള്ളത് തന്നെയാണ് ഇതിൻ്റെ ഏറ്റവും വലിയ പ്രത്യേകത എന്ന് പറയുന്നത്. രണ്ടാമത്തെ പോയിന്റിൽ ഈസി റിട്രീവൽ ആണ്. ഈസി റിട്രീവൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്? നേരത്തെ നമ്മൾ പറഞ്ഞു എത്ര മെസ്സേജ് വേണമെങ്കിൽ വന്നോട്ടെ അതെല്ലാം നമ്മുടെ ഇൻബോക്സിൽ അവിടെ കിടക്കുന്നുണ്ടാവും. അത് നമ്മൾ എടുത്ത് ഓരോന്ന് മനഃപൂർവ്വം ഡിലീറ്റ് ചെയ്ത് കളയുന്നവരേക്കും അതിൽ തന്നെ ഉണ്ടായിരിക്കും. അതുകൊണ്ട് എപ്പോൾ വേണമെങ്കിലും ഡാറ്റ നമുക്ക് റിട്രീവ് ചെയ്യാൻ പറ്റുന്നു എന്നുള്ളതാണ് അതിൻ്റെ വേറൊരു പ്രത്യേകത എന്ന് പറയുന്നത്. മൂന്നാമത്തെ പോയിന്റിൽ പറയുന്നത് എക്കണോമിക്കലാണ്. നമുക്ക് എന്താ
ഏറ്റവും ചീപ്പസ്റ്റ് വേ ഓഫ് കമ്മ്യൂണിക്കേഷനാണ്. 1 രൂപ പോലും നമുക്ക് ചിലവ് വരാതെ എത്ര വേണമെങ്കിലും കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ പറ്റുന്ന ഏറ്റവും എക്കണോമിക്കലായിട്ട് സാമ്പത്തിക ബാധ്യത ഒട്ടും തന്നെ ഇല്ല എന്ന് തന്നെ പറയാം. നമുക്കൊരു സിസ്റ്റവും ഇൻ്റർനെറ്റ് കണക്ഷൻ്റെ മാത്രമേ ആവശ്യമുള്ളൂ അല്ലേ? അപ്പോൾ ആ ഒരു ഒരിക്കലത് നമ്മൾ ഇൻസ്റ്റാൾ ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ നമുക്ക് എത്ര വേണമെങ്കിലും അതിൽ ചെയ്യാവുന്നേ ഉള്ളൂ. അപ്പോൾ വളരെ എക്കണോമിക്കലാണ് എന്നുള്ളതാണ് പറയുന്നത്. ഇനി നെക്സ്റ്റ് പറഞ്ഞിരിക്കുന്നത് മാർക്കറ്റിങ്ങിന്. ഇമെയിൽ ഇപ്പോൾ ഏറ്റവും കൂടുതൽ കമ്പനികൾ യൂസ് ചെയ്യുന്നത് കൃത്യമായിട്ട് അവരുടെ പ്രൊഡക്റ്റും സർവീസസും അതിനെക്കുറിച്ചുള്ള ഇൻഫർമേഷൻസ് ജനങ്ങളിലേക്ക് എത്തിക്കാൻ നല്ല രീതിയിൽ യൂസ് ചെയ്യാൻ പറ്റുന്നൊരു കാര്യമാണ്. പിന്നെ പറഞ്ഞിരിക്കുന്ന പോയിന്റ് പ്രൈവസി ആൻഡ് കോൺഫിഡൻഷ്യാലിറ്റി. ഇമെയിൽ ചെയ്യുന്നതുകൊണ്ട് തന്നെ എന്താ ബിസിനസ് ചെയ്യുന്ന ആളുകൾക്കിടയിൽ അത് എന്താണ് ഒരു പ്രൈവറ്റായിട്ട് അവർക്കിടയിൽ മാത്രം ഒതുങ്ങുന്ന കമ്മ്യൂണിക്കേഷനായിട്ടും വളരെ കോൺഫിഡൻഷ്യലായിട്ടൊക്കെ നമുക്കത് ചെയ്യാൻ പറ്റുന്നുള്ളതാണ് പറയുന്നത്. 6ാമത്തെ പോയിന്റിൽ സെക്യൂരിറ്റി. അതായത് നമുക്ക് കുറേയൊക്കെ ഇമെയിൽ കാര്യങ്ങളൊക്കെ ഇങ്ങനെ ഹാക്കിംഗ് ഒക്കെ ഉണ്ടെങ്കിലും ഒരു പരിധിവരെ അതിലേക്ക് നമുക്ക് തടയാൻ വേണ്ടിയിട്ടുള്ള പ്രോട്ടോക്കോളുകളൊക്കെ അതിലുണ്ട്. അപ്പോൾ അത്തരത്തിലുള്ള കാര്യങ്ങൾ നമ്മൾ ഇൻസ്റ്റാൾ ചെയ്യുകയാണെന്ന് വെച്ചാൽ കുറച്ചും കൂടി നമ്മുടെ കമ്മ്യൂണിക്കേഷൻ സെക്യൂർഡ് ആയിരിക്കും എന്നുള്ളതാണ് പറയുന്നത്. 7ാമത്തെ പോയിന്റിൽ പറയുന്നത് ഇന്റേണൽ കമ്മ്യൂണിക്കേഷനാണ്. ഇമെയിൽ എപ്പോഴും എന്താണ് പ്രൈമറി മീൻസ് ഓഫ് ഇന്റേണൽ കമ്മ്യൂണിക്കേഷൻ എമംഗ് ഓർഗനൈസേഷൻ റൈറ്റ് ഫ്രം ദ ബിഗിനിങ് ഓഫ് ഇറ്റ്സ് ഇൻട്രൊഡക്ഷൻ. അത് എവിടെ നിന്നാണോ സ്റ്റാർട്ട് ചെയ്ത് അത് വേണ്ടപ്പെട്ട ആളുകളിലേക്ക് ഓർഗനൈസേഷനുള്ളിൽ തന്നെ നമുക്ക് ഇന്റേണലി പെട്ടെന്ന് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാനും അത് വളരെ ഹെൽപ്ഫുൾ ആണെന്നുള്ളതാണ് പറയുന്നത്. 8ാമത്തെ പോയിന്റിൽ പറയുന്നത് വർക്ക് ഗ്രൂപ്പ്സ് ആണ്. കമ്പനീസിന് വീണ്ടും എന്ത് ചെയ്യാം, ഈ ഇന്റേണൽ കമ്മ്യൂണിക്കേഷനെ ഡിവൈഡ് ചെയ്തിട്ട് പല പല വർക്ക് ഗ്രൂപ്പുകളായിട്ട് തിരിക്കാനും ഡിപ്പാർട്ട്മെൻറ്റിൻ്റെ പ്രകാരം അതിനെയൊക്കെ വേർതിരിക്കാനും ഒക്കെ സാധിക്കും. അങ്ങനെ വേണ്ട ഓരോ വർക്ക് ഗ്രൂപ്പിലേക്കും ഡിഫറെൻ്റ് ആയിട്ട് മെയിൽ ചെയ്യാനും നമുക്ക് എളുപ്പമാണ്. ആൻഡ് 9ാമത്തെ പോയിന്റിൽ പറയുന്ന ഓൾട്ടർനേറ്റീവ് മീൻസ് ഓഫ് ഫിസിക്കൽ ഡോക്യുമെൻ്റ്. ഒരു ഡോക്യുമെൻ്റ് നമ്മൾ എങ്ങനെയാണോ ഫിസിക്കലി പ്രിപ്പയർ ചെയ്യുന്നത് അതിൻ്റേതായ യാതൊരു ചെലവും ഇല്ലാതെ തന്നെ അതേപോലെ തന്നെ പകരമായിട്ട് നമുക്ക് മെയിൽ ചെയ്യാൻ സാധിക്കുന്നു എന്നുള്ളതാണ് ഇതിൻ്റെ പ്രത്യേകത. അപ്പോൾ കമ്മ്യൂണിക്കേഷൻ ബിറ്റ്വീൻ എ കമ്പനി ആൻഡ് ദെയർ ബിസിനസ് ക്ലയൻസ്. ഒരു കമ്പനിയും അതേപോലെ അവരുടെ ബിസിനസ് ക്ലയൻസോ അല്ലെങ്കിൽ കൺസ്യൂമേഴ്സോ ആയിട്ട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് നമുക്ക് ഇത്തരത്തിൽ ഇമെയിലുകൾ യൂസ് ചെയ്യാവുന്നതാണ്. ആൻഡ് എന്തെങ്കിലും ഒരു കാര്യം വരുന്ന സമയത്ത് തന്നെ നമുക്ക് കോടതിയിൽ വല്ല പ്രശ്നങ്ങൾ വരുമ്പോൾ ഇതൊരു പ്രൂഫായിട്ട് തെളിയിക്കാൻ വേണ്ടിയിട്ട് യൂസ് ചെയ്യുക എന്നുള്ളതാണ് വേറൊരു ഇതിൻ്റെ പ്രത്യേകത എന്ന് പറയുന്നത്. അപ്പോൾ ഇത്രയാണ് നമ്മളുടെ ഈ ഒരു ടോപ്പിക്കിൽ നമ്മൾ പറഞ്ഞ കാര്യം. വളരെ ഇമ്പോർട്ടൻ്റ് ആയ ടോപ്പിക്കാണ് എന്താണ് ഇമെയിൽ എന്നുള്ളതും അതിൻ്റെ അഡ്വാൻറ്റേജ് ഡിസഡ്വാൻറ്റേജ് ഒരു ബിസിനസ്സിൽ എത്രത്തോളം പ്രാധാന്യം ഇമെയിലുണ്ട് എന്നുള്ള പോയിന്റുകളാണ് ഇവിടെ പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ ഈ ഒരു ചെറിയ വീഡിയോയിൽ നിങ്ങൾക്ക് ഇതിൻ്റെ കാര്യങ്ങൾ വളരെ കൃത്യമായിട്ട് മനസ്സിലായിട്ടുണ്ടാവുമെന്ന് വിചാരിക്കുന്നു. വീഡിയോ ഇഷ്ടമാവുകയാണെങ്കിൽ തീർച്ചയായിട്ടും ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കരുത്. സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക. ഓക്കെ, താങ്ക്